പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കുന്ന ദൈവം ബൈബിളിൽ ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് അപ്രകാരമാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 8-ാം വാക്യം, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. അന്ന് ഞാൻ
അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. ഒരു ദിവസം ഒരു സഹോദരി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ആ സഹോദരിയുടെ അനുഭവം ആ സഹോദരി എന്നോട് പറഞ്ഞു. തൃശ്ശൂർ മുക്കാട്ടുകര എന്ന ദേശത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സഹോദരി വന്നത്. ആ സഹോദരി അദ്ദേഹത്തിൻ്റെ അനുഭവം എനിക്ക് എഴുതി തന്നിരിക്കുന്ന പ്രകാരമാണ്: ഞാൻ കുറേ കൊല്ലങ്ങളായി അരി തിന്നുന്ന സ്വഭാവമാണ്. ഒരു ദിവസത്തിൽ ഒരു നാഴി അരിയെങ്കിലും പലപ്പോഴായി തിന്നുകൊണ്ടിരിക്കും. എന്തെല്ലാം ചെയ്തിട്ടും അരി തിന്നുന്നത് നിർത്താൻ പ്രയാസമായിരുന്നു. ഞങ്ങളുടെ മുക്കാട്ടുകര പള്ളിയിലെ ധ്യാനത്തിന് 2005 ഡിസംബർ 4 മുതൽ 8 വരെയുള്ള ധ്യാനത്തിന് ഞാൻ പങ്കെടുത്തു. 4-ാം ദിവസത്തെ സ്തുതിപ്പിൻ്റെ സമയത്ത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ആ നിമിഷം മുതൽ എനിക്ക് അരി തിന്നുന്ന അസുഖത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം തന്നു. എന്നെ മുക്തയാക്കി, എൻ്റെ കെട്ടുകൾ അഴിച്ചു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പിന്നീട് അരി 1.5 മാസത്തിലധികമായി ഇന്ന് വരെ എനിക്ക് തിന്നാൻ തോന്നിയിട്ടില്ല. ധ്യാനത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കെട്ടുകൾ അഴിച്ച് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങളോളം ഈ സഹോദരി ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചികിത്സാ വിധികളിൽ അഭയം തേടുകയും ചെയ്തു. എന്നാൽ വിടുതൽ കിട്ടിയില്ല. ഒരു നാൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്നു. കർത്താവിന് നാമം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ആ മകളുടെ കെട്ടുകൾ അഴിച്ച് അവളെ മോചിപ്പിച്ചു. ദൈവമായ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ആ വ്യക്തിക്ക് ദൈവമായ കർത്താവ് നൽകുന്ന വളരെ പ്രകടമായൊരു അനുഭവമാണ് വിടുതലിൻ്റെ അനുഭവം. വിടുതലിൻ്റെ അനുഭവം. യെശയ്യായുടെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ, ദൈവമായ കർത്താവ് ഒരു വ്യക്തിയുടെ അരികിലേക്ക് വരുമ്പോൾ, ദൈവമായ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. യെശയ്യ 35-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും, ചുട്ടുതപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ഉണങ്ങി വരണ്ട ഭൂമി അരുവികളായി മാറും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വരുന്ന വ്യത്യാസത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, അപ്പോൾ മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വലിയ മാറ്റങ്ങൾ, വിടുതൽ, കെട്ടുകൾ അഴിയുന്ന അനുഭവം ജനത്തിനുണ്ടാകുമെന്ന് ബൈബിളിലൂടെ കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഒരു സഹോദരി ആ സഹോദരിയുടെ അനുഭവം രേഖപ്പെടുത്തിയൊരു കത്ത് അച്ഛന് നൽകുകയുണ്ടായി. ആ സഹോദരിയുടെ അനുഭവം, കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അനുഭവം രേഖപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ 45 വർഷമായി തോട്ടുമുക്കത്ത് വന്ന് താമസം ആരംഭിച്ചിട്ട്. മലബാർ പ്രദേശത്ത് മലപ്പുറം മഞ്ചേരി ഭാഗത്തിനടുത്ത് തോട്ടുമുക്കം ഫൊറോന പള്ളിയിലുള്ളൊരു സഹോദരിയാണ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, 45 വർഷമായി ഞാൻ തോട്ടുമുക്കം എന്ന സ്ഥലത്ത് വന്ന് താമസം ആരംഭിച്ചിട്ട്. ഞങ്ങളുടെ പറമ്പിൽ കുടിവെള്ളത്തിന് ഒരു നിവൃത്തിയുമില്ല. 5-6 കിണറുകൾ കുഴിച്ചുവെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി. അപ്പോൾ കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനം എൻ്റെ കാതുകളിൽ മുഴങ്ങി. എനിക്ക് വലിയ വിശ്വാസമായി. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 340 അടി കുഴൽക്കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ അതും പരാജയപ്പെട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് നിലവിളിച്ച് ഞങ്ങളുടെ പറമ്പിൽ ഉറവയ്ക്കുള്ള തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ഞങ്ങളുടെ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു കിണർ കുഴിച്ചു. 5 മാസത്തിന് ശേഷമാണ് കിണർ കുഴിക്കാനുള്ള വഴി തെളിഞ്ഞത്. ഞങ്ങൾ ആ കിണർ കുഴിച്ചപ്പോൾ ആ കിണറ്റിൽ ധാരാളം വെള്ളം നൽകി. ഞങ്ങളുടെ പറമ്പിനെ കർത്താവ് വെള്ളമുള്ള പറമ്പാക്കി മാറ്റി. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കർത്താവ് പരിഹരിച്ചു തന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. തോട്ടുമുക്കത്തുനിന്ന് 45 വർഷമായി ഒരു പറമ്പിൽ
5-6 കിണർ കുഴിച്ച് എല്ലാ കിണറും പൊട്ടക്കിണറായി കുടിവെള്ളം ഇല്ലാതെ പൊറുതിമുട്ടിയിരുന്ന ഒരു കുടുംബം കർത്താവിനെ വിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവ് ആ നിലവിളി കേട്ട് ആ കുടുംബത്തിൽ ഇടപെട്ട് ആ മണ്ണിൽ നിന്നും ആ കാലാവസ്ഥയിൽ നിന്നുള്ള കെട്ടുകൾ അഴിച്ച് കുടിവെള്ളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവം യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവ് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത പ്രകാരമാണ് ബന്ധിതർക്ക് മോചനം നൽകാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. കെട്ടിയിടപ്പെട്ടിരിക്കുന്നവരെ കെട്ടുകൾ അഴിക്കാൻ വേണ്ടി ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനം നൽകാൻ വേണ്ടി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ യേശു തൻ്റെ ദൈവപുത്ര സ്ഥാനത്തെക്കുറിച്ചുള്ള ചില ലക്ഷണങ്ങൾ സ്നാപക യോഹന്നാൻ കൊടുത്തയക്കുന്നുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ സ്നാപക യോഹന്നാന് ചില ഘട്ടത്തിൽ ഈ യേശു തന്നെയാണോ വരാനിരിക്കുന്ന മിശിഹ എന്ന് സംശയം തോന്നി. അപ്പോൾ സ്നാപക യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരെ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരു മിശിഹായെ കാത്തിരിക്കണമോ? അപ്പോൾ യേശു ആ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകല കാര്യങ്ങളും ചെന്ന് യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു താൻ ദൈവമാണെന്നും വരാനിരിക്കുന്ന മിശിഹ താൻ തന്നെയാണെന്നും യോഹന്നാന് ലക്ഷണസഹിതം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവപുത്രൻ്റെ ലക്ഷണം യേശു തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇതാ അന്ധന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്, കെട്ടുകൾ അഴിക്കുന്ന ദൈവിക ഇടപെടലുകളെ കുറിച്ചാണ് ഈ വചനങ്ങളിലും പ്രതിധ്വനിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവ് വിടുതൽ നൽകുന്ന ദൈവമാണ്. യേശു കർത്താവ് കെട്ടുകൾ അഴിക്കുന്ന ദൈവമാണ്. യേശു ബന്ധനങ്ങൾ ഇരിക്കുന്നവരുടെ ചങ്ങലകൾ മുറിച്ച് മോചനം നൽകുന്ന ദൈവമാണ്. ഒരു ദൈവ പൈതൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവം അദ്ദേഹം രേഖപ്പെടുത്തിയും ശ്രദ്ധിക്കുക. എൻ്റെ പേര് ജോസ് അക്കര, സീനിയർ മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കോയമ്പത്തൂർ. ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 33 വർഷമായി മദ്യത്തിന് അടിമയായിരുന്നു. 2004 ജനുവരി മാസത്തിൽ സഗീവൻ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ധ്യാനത്തിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നു. 33 വർഷമായ എൻ്റെ മദ്യപാനത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് ധ്യാനത്തിന് ശേഷം വീട്ടിൽ വന്ന് അച്ഛനും കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ മദ്യപിക്കാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടേയില്ല. എൻ്റെ 27ാമത്തെ ധ്യാനമായിരുന്നു അവിടെ വെച്ച് കൂടിയത് എന്ന സത്യവും മറച്ചു വെക്കുന്നില്ല. 2004 ജനുവരി ആ ധ്യാനത്തിന് ശേഷം ഇന്ന് വരെ എനിക്ക് മദ്യപിക്കാൻ തോന്നിയിട്ടില്ല. ഞാൻ മദ്യം ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം എൻ്റെ ദൈവം കേൾക്കുന്നുണ്ടെന്ന സത്യവും ഞാൻ അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് കോടാനുകോടി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33 വർഷമായി മദ്യത്തിൻ്റെ കഠിന ബന്ധനത്തിൽ കിടന്ന ഈ ബാങ്ക് മാനേജർക്ക് ജീവിതത്തിൽ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്തു, സൗഖ്യം ഉണ്ടായില്ല. പലതരത്തിലുള്ള മാർഗങ്ങൾ അവലംബിച്ചു, മോചനം കിട്ടിയില്ല. എന്നാൽ കെട്ടുകൾ അഴിക്കുന്ന കർത്താവിനെ കുറിച്ച് കേട്ടു, കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു.
വിടുതൽ നൽകുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് 33 വർഷമായി ചങ്ങലക്കിട്ടിരുന്ന, പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടന്നിരുന്ന, പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഈ മകനെ മദ്യപാനത്തിന് ചങ്ങല അഴിച്ച് മോചിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യായുടെ പുസ്തകത്തിൽ 42-ാം അധ്യായം 16-ാം വാക്യം, അജ്ഞാതമായ മാർഗത്തിലൂടെ കുരുടരെ ഞാൻ നയിക്കും, അവരുടെ മുമ്പിലുള്ള അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും, ദുർഘട ദേശങ്ങൾ ഞാൻ നിരപ്പുള്ളതാക്കും, ഞാൻ ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്യും, ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ബൈബിളിൽ ദൈവം തന്നെ പരിചയപ്പെടുത്തുന്ന രംഗങ്ങൾ. ദൈവം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ പ്രകാരമാണ്, ഞാൻ ഇസ്രായേലിൻ്റെ ന്യായം പ്രഭാതം പോലെയും സിയോൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അടങ്ങുകയോ സ്വസ്ഥനാവുകയോ ഇല്ല. സിയോൻ്റെ ന്യായം പ്രഭാതം പോലെ, ജെറൂസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെ പ്രകാശിക്കുന്നത് വരെ ഞാൻ സ്വസ്ഥനാവുകയില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവം, എൻ്റെ കെട്ടുകൾ അഴിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നൊരു ദൈവം, അതാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്ന ജീവിക്കുന്ന കർത്താവ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലൂടെ വന്ന പലതരത്തിലുള്ള കെട്ടുകൾ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, കടബാധ്യതയുടെ, തകർച്ചയുടെ, പരാജയത്തിൻ്റെ, ഭയത്തിൻ്റെ, നിരാശയുടെ ഓരോ കെട്ടുകളിലേക്കും ഈ നിമിഷങ്ങളിൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ. അത്ഭുതകരമായ അവിടുന്ന് ശക്തി ഞങ്ങളുടെ മേൽ പ്രവഹിക്കാൻ തിരുവുള്ളമാകണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ, അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ കെട്ടുകൾ അഴിയണം. ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കണം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ മാറാ രോഗങ്ങൾ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകും. ഈ നിമിഷങ്ങളിൽ നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ അഴിയാത്ത ചങ്ങലകൾ അഴിയുന്ന അനുഭവം ഉണ്ടാകും. പലതരത്തിലുള്ള ദുർനടപ്പിലിരിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കുന്ന അനുഭവം ലഭിക്കും. മാനസിക രോഗങ്ങൾ, ശാരീരിക ബന്ധനങ്ങൾ, കഠിനമായ തരത്തിലുള്ള ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, പലതരത്തിലുള്ള പാരമ്പര്യമായ അസ്വസ്ഥതകൾ വിട്ടുപോകാൻ വേണ്ടി ഹൃദയം തുറന്ന് ഇപ്പോൾ കർത്താവിനെ വിളിക്കുക. യേശു കർത്താവ് വിടുതൽ നൽകുന്ന ദൈവമാണ്. കണ്ണുകൾ അടയ്ക്കുന്നു, രണ്ട് കരങ്ങളും തുറന്ന് പിടിക്കുന്നു, വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയോട് പങ്കുചേരുന്നു. മകനെ, മകളെ, ഇത് കർത്താവ് സ്പർശിക്കുന്ന, ഇത് കർത്താവ് ഇടപെടുന്ന നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവെ ഇപ്പോൾ അങ്ങയുടെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ഈ പ്രാർത്ഥനയോട് ചേർന്ന്, ഈ ശുശ്രൂഷയോട് ചേർന്ന് ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, അങ്ങയുടെ അത്ഭുത നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറാ രോഗങ്ങൾ വിട്ടുപോകാൻ തക്കവിധം ഇപ്പോൾ അവിടുന്ന് അവിടുത്തെ കരങ്ങൾ കൊണ്ട് അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. തിന്മയുടെ ബന്ധനങ്ങൾ അഴിയാൻ തക്കവിധം അങ്ങയുടെ ശക്തി, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി, സ്വർഗീയ ശക്തി ഇപ്പോൾ ദൈവമക്കളുടെ മേൽ ഒഴുക്കുവാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ. ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദാസന്മാരും ദാസിമാരും വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യപാനത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ അഴിഞ്ഞു വീഴട്ടെ. പലതരത്തിലുള്ള ദുർനടപ്പിൻ്റെ കോട്ടകൾ തകർന്നു പോകട്ടെ. അന്ധകാരം ഉയർത്തിയിരിക്കുന്ന പൈശാചിക കോട്ടകളെല്ലാം തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ദുർനടപ്പിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ തരത്തിലുള്ള നിരീശ്വര ചിന്തയുടെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങളും ദൈവമക്കളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത്ഭുതങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അടുത്ത് ഈ നിമിഷങ്ങളിൽ വിടുതലില്ലാത്ത ഓരോ മേഖലകളിലേക്കും വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ ഓരോ ദുഃഖപീഡകളെയും അലിവോടെ കണ്ട് ഇടപെട്ട് വിടുവിപ്പിക്കുന്ന കർത്താവാണ്. യേശുനാഥൻ്റെ അരികിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിടുതലില്ലാത്ത മേഖലകളിലേക്കാണ് യേശുക്രിസ്തു ആദ്യം ശ്രദ്ധിക്കുന്നത്. കുരുടന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ അന്ധത മാറ്റാൻ കർത്താവ് ഇടപെടുന്നു. കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ രോഗം സൗഖ്യപ്പെടുത്താൻ യേശു ഇടപെടുന്നു. നായീമിലെ വിധവയുടെ മകൻ്റെ മരണം ആ കുടുംബത്തിന് വലിയൊരു ദുഃഖമായിരുന്നു. ആ ദുഃഖം മാറാൻ വേണ്ടി യേശു ആ മകനെ ഉയർപ്പിച്ചു കൊടുക്കുന്നു.
ഒരു ദൈവ പൈതൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ദൈവ പൈതലിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ആ ദുഃഖത്തിലേക്ക് അവിടെ നിന്ന് ഇടപെടുകയാണ്. ഈ നിമിഷങ്ങളിൽ മക്കളെ, നിങ്ങളെവിടെയാണോ അവിടെ ഇരുന്ന് ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് യേശുവിനെ ഏറ്റുപറയുക. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്തേക്ക്, നിങ്ങളായിരിക്കുന്ന മുറിയിലേക്ക്, നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വ്യാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുന്നു, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, നന്നായി യേശുവിനെ വിളിക്കുന്നു, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാമം അത്ഭുത നാമമാണ്. ആ നാമം കെട്ടുകൾ അഴിക്കുന്ന നാമമാണ്. ആ നാമം കോട്ടകളെ തകർക്കുന്ന നാമമാണ്. ആ നാമം ചങ്ങലകൾ മുറിക്കുന്ന നാമമാണ്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, എല്ലാവരാലും കൈവിടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഇനി മരണം മാത്രമേ ബാക്കിയുള്ളൂ എന്ന സാഹചര്യത്തിലാണെങ്കിലും മനസ്സിൽ നീ ദുർബലനാകരുത്, ഹൃദയത്തിൽ നീ നിരാശനാകരുത്. ഇപ്പോൾ പ്രത്യാശയോടെ യേശു കർത്താവിനെ വിളിക്കണം. ഇപ്പോൾ പ്രതീക്ഷയോടെ യേശു കർത്താവിനെ വിളിക്കണം. യേശുവേ എന്നെ തൊടണമേ, യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ. ദാഹത്തോടെ വിളിക്കണം. ഹാലലുയ, ഹാലലുയ. യേശുവേ, ഇപ്പോൾ നിരാശയിലും കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് സ്പർശിക്കണമേ. അത്ഭുതങ്ങളുടെ സമയമായി ഈ സമയം ഇപ്പോൾ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവമേ, ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. ജീവൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ, സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലാൽ ഇപ്പോൾ വൻ കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. പാരമ്പര്യ രോഗങ്ങൾ വിട്ടുപോകട്ടെ, മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ, പലതരത്തിലുള്ള ദുർശീലങ്ങൾ വിട്ടുപോകട്ടെ, ദുർവ്യാധികൾ വിട്ടുപോകട്ടെ, ദുർപീഡകൾ വിട്ടുപോകട്ടെ, ഹൃദയങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. വിടുതലിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി എല്ലാ ശരീരങ്ങളുടെ മേലും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്ന ജീവിക്കുന്ന കർത്താവ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലൂടെ വന്ന പലതരത്തിലുള്ള കെട്ടുകൾ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, കടബാധ്യതയുടെ, തകർച്ചയുടെ, പരാജയത്തിൻ്റെ, ഭയത്തിൻ്റെ, നിരാശയുടെ ഓരോ കെട്ടുകളിലേക്കും ഈ നിമിഷങ്ങളിൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ. അത്ഭുതകരമായ അവിടുന്ന് ശക്തി ഞങ്ങളുടെ മേൽ പ്രവഹിക്കാൻ തിരുവള്ളമാകണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ, അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ കെട്ടുകൾ അഴിയണം. ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കണം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ മാറാ രോഗങ്ങൾ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകും. ഈ നിമിഷങ്ങളിൽ നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ അഴിയാത്ത ചങ്ങലകൾ അഴിയുന്ന അനുഭവം ഉണ്ടാകും. പലതരത്തിലുള്ള ദുർനടപ്പിലിരിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കുന്ന അനുഭവം ലഭിക്കും. മാനസിക രോഗങ്ങൾ, ശാരീരിക ബന്ധനങ്ങൾ, കഠിനമായ തരത്തിലുള്ള ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, പലതരത്തിലുള്ള പാരമ്പര്യമായ അസ്വസ്ഥതകൾ വിട്ടുപോകാൻ വേണ്ടി ഹൃദയം തുറന്ന് ഇപ്പോൾ കർത്താവിനെ വിളിക്കുക. യേശു കർത്താവ് വിടുതൽ നൽകുന്ന ദൈവമാണ്. കണ്ണുകൾ അടയ്ക്കുന്നു, രണ്ട് കരങ്ങളും തുറന്ന് പിടിക്കുന്നു. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയോട് പങ്കുചേരുന്നു. മകനെ, മകളെ, ഇത് കർത്താവ് സ്പർശിക്കുന്ന, ഇത് കർത്താവ് ഇടപെടുന്ന നിമിഷം. ഹാലലുയ്യ, ഹാലലുയ്യ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവെ ഇപ്പോൾ അങ്ങയുടെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ഈ പ്രാർത്ഥനയോട് ചേർന്ന്, ഈ ശുശ്രൂഷയോട് ചേർന്ന് ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, അങ്ങയുടെ അത്ഭുത നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറാ രോഗങ്ങൾ വിട്ടുപോകാൻ തക്കവിധം ഇപ്പോൾ അവിടുന്ന് അവിടുത്തെ കരങ്ങൾ കൊണ്ട് അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. തിന്മയുടെ ബന്ധനങ്ങൾ അഴിയാൻ തക്കവിധം അങ്ങയുടെ ശക്തി, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി, സ്വർഗീയ ശക്തി ഇപ്പോൾ ദൈവമക്കളുടെ മേൽ ഒഴുക്കുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ. ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദാസന്മാരും ദാസിമാരും വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യപാനത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ അഴിഞ്ഞു വീഴട്ടെ. പലതരത്തിലുള്ള ദുർനടപ്പിൻ്റെ കോട്ടകൾ തകർന്നു പോകട്ടെ. അന്ധകാരം ഉയർത്തിയിരിക്കുന്ന പൈശാചിക കോട്ടകളെല്ലാം തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ദുർനടപ്പിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ തരത്തിലും നിരീശ്വര ചിന്തയുടെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങളും ദൈവമക്കളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത്ഭുതങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അടുത്ത് ഈ നിമിഷങ്ങളിൽ വിടുതലില്ലാത്ത ഓരോ മേഖലകളിലേക്കും വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ ഓരോ ദുഃഖപീഡകളെയും അലിവോടെ കണ്ട് ഇടപെട്ട് വിടുവിക്കുന്ന കർത്താവാണ്. യേശുനാഥൻ്റെ അരികിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വിടുതലില്ലാത്ത മേഖലകളിലേക്കാണ് യേശുക്രിസ്തു ആദ്യം ശ്രദ്ധിക്കുന്നത്. കുരുടന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ അന്ധത മാറ്റാൻ കർത്താവ് ഇടപെടുന്നു. കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ രോഗം സൗഖ്യപ്പെടുത്താൻ യേശു ഇടപെടുന്നു. നായീമിലെ വിധവയുടെ മകൻ്റെ മരണം ആ കുടുംബത്തിന് വലിയൊരു ദുഃഖമായിരുന്നു. ആ ദുഃഖം മാറാൻ വേണ്ടി യേശു ആ മകനെ ഉയർപ്പിച്ചു കൊടുക്കുന്നു. ഒരു ദൈവ പൈതൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ദൈവ പൈതലിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ആ ദുഃഖത്തിലേക്ക് അവിടെ നിന്ന് ഇടപെടുകയാണ്. ഈ നിമിഷങ്ങളിൽ മക്കളെ, നിങ്ങളെവിടെയാണോ അവിടെ ഇരുന്ന് ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് യേശുവിനെ ഏറ്റുപറയുക. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്തേക്ക്, നിങ്ങളായിരിക്കുന്ന മുറിയിലേക്ക്, നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വ്യാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുന്നു, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, നന്നായി യേശുവിനെ വിളിക്കുന്നു, യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാമം അത്ഭുത നാമമാണ്. ആ നാമം കെട്ടുകൾ അഴിക്കുന്ന നാമമാണ്. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറ
നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കുന്ന ദൈവം ബൈബിളിൽ ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് അപ്രകാരമാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 8-ാം വാക്യം, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. ഒരു ദിവസം ഒരു സഹോദരി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ആ സഹോദരിയുടെ അനുഭവം ആ സഹോദരി എന്നോട് പറഞ്ഞു. തൃശ്ശൂർ മുക്കാട്ടുകര എന്ന ദേശത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സഹോദരി വന്നത്. ആ സഹോദരി അദ്ദേഹത്തിൻ്റെ അനുഭവം എനിക്ക് എഴുതി തന്നിരിക്കുന്ന പ്രകാരമാണ്. ഞാൻ കുറേ കൊല്ലങ്ങളായി അരി തിന്നുന്ന സ്വഭാവമാണ്. ഒരു ദിവസത്തിൽ ഒരു നാഴി അരിയെങ്കിലും പലപ്പോഴായി തിന്നുകൊണ്ടിരിക്കും. എന്തെല്ലാം ചെയ്തിട്ടും അരി തിന്നുന്നത് നിർത്താൻ പ്രയാസമായിരുന്നു. ഞങ്ങളുടെ മുക്കാട്ടുകര പള്ളിയിലെ ധ്യാനത്തിന് 2005 ഡിസംബർ 4 മുതൽ 8 വരെയുള്ള ധ്യാനത്തിന് ഞാൻ പങ്കെടുത്തു. 4-ാം ദിവസത്തെ സ്തുതിപ്പിൻ്റെ സമയത്ത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ആ നിമിഷം മുതൽ എനിക്ക് അരി തിന്നുന്ന അസുഖത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം തന്നു. എന്നെ മുക്തയാക്കി, എൻ്റെ കെട്ടുകൾ അഴിച്ചു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പിന്നീട് അരി 1.5 മാസത്തിലധികമായി ഇന്ന് വരെ എനിക്ക് തിന്നാൻ തോന്നിയിട്ടില്ല. ധ്യാനത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കെട്ടുകൾ അഴിച്ച് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങളോളം ഈ സഹോദരി
ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചികിത്സാ വിധികളിൽ അഭയം തേടുകയും ചെയ്തു. എന്നാൽ വിടുതൽ കിട്ടിയില്ല. ഒരു നാൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്നു. കർത്താവിന് നാമം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ആ മകളുടെ കെട്ടുകൾ അഴിച്ച് അവളെ മോചിപ്പിച്ചു. ദൈവമായ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ആ വ്യക്തിക്ക് ദൈവമായ കർത്താവ് നൽകുന്ന വളരെ പ്രകടമായൊരു അനുഭവമാണ് വിടുതലിൻ്റെ അനുഭവം. വിടുതലിൻ്റെ അനുഭവം. യെശയ്യായുടെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ, ദൈവമായ കർത്താവ് ഒരു വ്യക്തിയുടെ അരികിലേക്ക് വരുമ്പോൾ, ദൈവമായ കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. യെശയ്യ 35-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും, ചുട്ടുതപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ഉണങ്ങി വരണ്ട ഭൂമി അരുവികളായി മാറും. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വരുന്ന വ്യത്യാസത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു താൻ ദൈവമാണെന്നും വരാനിരിക്കുന്ന മിശിഹ താൻ തന്നെയാണെന്നും യോഹന്നാന് ലക്ഷണസഹിതം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവപുത്രൻ്റെ ലക്ഷണം യേശു തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇതാ അന്ധന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ അഴിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്, കെട്ടുകൾ അഴിക്കുന്ന ദൈവിക ഇടപെടലുകളെ കുറിച്ചാണ് ഈ വചനങ്ങളിലും പ്രതിധ്വനിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവ് വിടുതൽ നൽകുന്ന ദൈവമാണ്. യേശു കർത്താവ് കെട്ടുകൾ അഴിക്കുന്ന ദൈവമാണ്. യേശു ബന്ധനങ്ങളിരിക്കുന്നവരുടെ ചങ്ങലകൾ മുറിച്ച് മോചനം നൽകുന്ന ദൈവമാണ്. ഒരു ദൈവ പൈതൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവം അദ്ദേഹം രേഖപ്പെടുത്തിയും ശ്രദ്ധിക്കുക. എൻ്റെ പേര് ജോസ് അക്കര, സീനിയർ മാനേജർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കോയമ്പത്തൂർ. ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 33 വർഷമായി മദ്യത്തിന് അടിമയായിരുന്നു. 2004 ജനുവരി മാസത്തിൽ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ധ്യാനത്തിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ച് എനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നു. 33 വർഷമായ എൻ്റെ മദ്യപാനത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് ധ്യാനത്തിന് ശേഷം വീട്ടിൽ വന്ന് അച്ഛനും കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ അഴിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ മദ്യപിക്കാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടേയില്ല. എൻ്റെ 27ാമത്തെ ധ്യാനമായിരുന്നു അവിടെ വെച്ച് കൂടിയത് എന്ന സത്യവും മറച്ചു വെക്കുന്നില്ല. 2004 ജനുവരി ആ ധ്യാനത്തിന് ശേഷം ഇന്ന് വരെ എനിക്ക് മദ്യപിക്കാൻ തോന്നിയിട്ടില്ല. ഞാൻ മദ്യം ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം എൻ്റെ ദൈവം കേൾക്കുന്നുണ്ടെന്ന സത്യവും ഞാൻ അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് കോടാനുകോടി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33 വർഷമായി മദ്യത്തിൻ്റെ കഠിന ബന്ധനത്തിൽ കിടന്ന ഈ ബാങ്ക് മാനേജർക്ക് ജീവിതത്തിൽ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്തു, സൗഖ്യം ഉണ്ടായില്ല. പലതരത്തിലുള്ള മാർഗങ്ങൾ അവലംബിച്ചു, മോചനം കിട്ടിയില്ല. എന്നാൽ കെട്ടുകൾ അഴിക്കുന്ന കർത്താവിനെ കുറിച്ച് കേട്ടു, കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു, വിടുതൽ നൽകുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് 33 വർഷമായി ചങ്ങലക്കിട്ടിരുന്ന, പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടന്നിരുന്ന, പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ഈ മകനെ മദ്യപാനത്തിന് ചങ്ങല അഴിച്ച് മോചിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യായുടെ പുസ്തകത്തിൽ 42-ാം അധ്യായം 16-ാം വാക്യം, അജ്ഞാതമായ മാർഗത്തിലൂടെ കുരുടരെ ഞാൻ നയിക്കും, അവരുടെ മുമ്പിലുള്ള അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കും, ദുർഘടദേശങ്ങൾ ഞാൻ നിരപ്പുള്ളതാക്കും, ഞാൻ ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്യും, ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇതാണ് ബൈബിളിൽ ദൈവം തന്നെ പരിചയപ്പെടുത്തുന്ന രംഗങ്ങൾ. ദൈവം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ പ്രകാരമാണ്, ഞാൻ ഇസ്രായേലിൻ്റെ ന്യായം പ്രഭാതം പോലെയും സിയോൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അടങ്ങുകയോ സ്വസ്ഥനാവുകയോ ഇല്ല. സിയോൻ്റെ ന്യായം പ്രഭാതം പോലെ, ജെറൂസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെ പ്രകാശിക്കുന്നത് വരെ ഞാൻ സ്വസ്ഥനാവുകയില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവം, എൻ്റെ കെട്ടുകൾ അഴിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നൊരു ദൈവം. അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, അപ്പോൾ മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. വലിയ മാറ്റങ്ങൾ, വിടുതൽ, കെട്ടുകൾ അഴിയുന്ന അനുഭവം ജനത്തിനുണ്ടാകുമെന്ന് ബൈബിളിലൂടെ കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഒരു സഹോദരി, ആ സഹോദരിയുടെ അനുഭവം രേഖപ്പെടുത്തിയൊരു കത്ത് അച്ഛന് നൽകുകയുണ്ടായി. ആ സഹോദരിയുടെ അനുഭവം, കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അനുഭവം രേഖപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ 45 വർഷമായി തോട്ടുമുക്കത്ത് വന്ന് താമസം ആരംഭിച്ചിട്ട്. മലബാർ പ്രദേശത്ത് മലപ്പുറം മഞ്ചേരി ഭാഗത്തിനടുത്ത് തോട്ടുമുക്കം ഫൊറോനപ്പള്ളിയിലുള്ളൊരു സഹോദരിയാണ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, 45 വർഷമായി ഞാൻ തോട്ടുമുക്കം എന്ന സ്ഥലത്ത് വന്ന് താമസം ആരംഭിച്ചിട്ട്. ഞങ്ങളുടെ പറമ്പിൽ കുടിവെള്ളത്തിന് ഒരു നിവൃത്തിയുമില്ല. 5-6 കിണറുകൾ കുഴിച്ചുവെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി. അപ്പോൾ കെട്ടുകൾ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനം എൻ്റെ കാതുകളിൽ മുഴങ്ങി. എനിക്ക് വലിയ വിശ്വാസമായി. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 340 അടി കുഴൽക്കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ അതും പരാജയപ്പെട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് നിലവിളിച്ച് ഞങ്ങളുടെ പറമ്പിൽ ഉറവയ്ക്കുള്ള തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ഞങ്ങളുടെ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു കിണർ കുഴിച്ചു. 5 മാസത്തിന് ശേഷമാണ് കിണർ കുഴിക്കാനുള്ള വഴി തെളിഞ്ഞത്. ഞങ്ങൾ ആ കിണർ കുഴിച്ചപ്പോൾ ആ കിണറ്റിൽ ധാരാളം വെള്ളം നൽകി. ഞങ്ങളുടെ പറമ്പിനെ കർത്താവ് വെള്ളമുള്ള പറമ്പാക്കി മാറ്റി. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കർത്താവ് പരിഹരിച്ചു തന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. തോട്ടുമുക്കത്തുനിന്ന് 45 വർഷമായി ഒരു പറമ്പിൽ 5-6 കിണർ കുഴിച്ച് എല്ലാ കിണറും പൊട്ടക്കിണറായി കുടിവെള്ളം ഇല്ലാതെ പൊറുതിമുട്ടിയിരുന്ന ഒരു കുടുംബം കർത്താവിനെ വിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവ് ആ നിലവിളി കേട്ട് ആ കുടുംബത്തിൽ ഇടപെട്ട് ആ മണ്ണിൽ നിന്നും ആ കാലാവസ്ഥയിൽ നിന്നുള്ള കെട്ടുകൾ അഴിച്ച് കുടിവെള്ളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവം യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവ് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത പ്രകാരമാണ്, ബന്ധിതർക്ക് മോചനം നൽകാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. കെട്ടിയിടപ്പെട്ടിരിക്കുന്നവരെ കെട്ടുകൾ അഴിക്കാൻ വേണ്ടി ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനം നൽകാൻ വേണ്ടി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ യേശു തൻ്റെ ദൈവപുത്ര സ്ഥാനത്തെക്കുറിച്ചുള്ള ചില ലക്ഷണങ്ങൾ സ്നാപക യോഹന്നാൻ കൊടുത്തയക്കുന്നുണ്ട്. യേശുവിനെ കണ്ടപ്പോൾ സ്നാപക യോഹന്നാന് ചില ഘട്ടത്തിൽ ഈ യേശു തന്നെയാണോ വരാനിരിക്കുന്ന മിശിഹ എന്ന് സംശയം തോന്നി. അപ്പോൾ സ്നാപക യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരെ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരു മിശിഹായെ കാത്തിരിക്കണമോ? അപ്പോൾ യേശു ആ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകല കാര്യങ്ങളും ചെന്ന് യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു,